നമസ്കാരം, ഞാൻ വിവേക് ബാലകൃഷ്ണൻ. തൃശ്ശൂരിലെ റിപ്പോർട്ടർ ചാനലിന്റെ ഓഫീസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആക്രമിക്കുകയും അവിടെ കരിയോയിൽ ഒഴിക്കുകയും ചെയ്തു. എന്തിനാണ് ഇവരിങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചാൽ, റിപ്പോർട്ടർ ചാനലിൽ മുമ്പ് ജോലി ചെയ്തിരുന്ന രണ്ട് സ്ത്രീകൾ, ഒന്ന് അഞ്ജന അനിൽകുമാറും അതുപോലെ തന്നെ വീണ ചന്തും, അവരുടെ FBയിൽ അവർക്കുണ്ടായ ലൈംഗികമായ പീഡനം തുറന്നെഴുതിയിട്ടുണ്ട്. ഇതിനെ തുടർന്നാണ് യൂത്ത് കോൺഗ്രസ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. എന്താണ് അഞ്ജനയും വീണയും എഴുതിയിട്ടുള്ളത് എന്നതാണ്. അഞ്ജന എഴുതിയിട്ടുള്ളത് കഴിഞ്ഞ മെയ് മാസത്തിലാണ് ഈ പറയുന്ന സംഭവം നടന്നത് എന്നതാണ്. അതായത് 3 ദിവസം റിപ്പോർട്ടർ ചാനലിന്റെ ന്യൂസ് ഡെസ്കിൽ ജോലി ചെയ്യേണ്ട ഒരവസ്ഥ വരികയുണ്ടായി. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന സീനിയർ ഓഫീസർ അഞ്ജനയെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നതാണ് പറയുന്നത്. എന്നാൽ അഞ്ജന ഈ ഒരു കാര്യം പോലീസിൽ പരാതി നൽകാൻ നിന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ജോലിക്കാരെല്ലാം അഞ്ജനയോട് പറഞ്ഞത്, നിങ്ങൾ ഇങ്ങനെ പരാതി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളാണ് കൊടുക്കുക, കാരണം പുള്ളിക്ക് അത്ര അധികം സ്വാധീനമുണ്ട്, അപ്പൊ നിങ്ങൾ പെട്ടുപോകും എന്ന് പറഞ്ഞു. അതുകൊണ്ട് അഞ്ജന പരാതി കൊടുക്കാൻ നിന്നില്ല എന്നുള്ളതാണ് സത്യം. അവിടുന്ന് കുറച്ച് ദിവസം കഴിഞ്ഞ് അഞ്ജനയ്ക്ക് ഒരു മെഡിക്കൽ ലീവ് വേണ്ടി വന്നു. അദ്ദേഹം മെഡിക്കൽ ലീവ് എടുക്കാനായിട്ട് ചാനലിൽ അപേക്ഷിച്ചപ്പോൾ അവര് ലീവ് കൊടുത്തില്ല എന്നുള്ളതാണ്. അവര് കുറച്ച് ദിവസം അഞ്ജനയെ വട്ടം കറക്കി. രാജിവെപ്പിക്കണം എന്നൊന്നും അവർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നില്ല. അവർക്ക് ഇവരെ ഒന്ന് വട്ടം കറക്കണം എന്നതായിരുന്നു അവരുടെ ഒരു ആഗ്രഹം. അതുപോലെ തന്നെ അഞ്ജനയെ അവിടെ വട്ടം കറക്കുകയും ചെയ്തു. എന്നാൽ അഞ്ജന പോടാ പുല്ല എന്ന് പറഞ്ഞിട്ട് റിസൈഗ്നേഷനും എഴുതി കൊടുത്ത് അവിടുന്ന് പോന്നു. എന്തായാലും ആ ഒരു ധീരതയ്ക്ക് അഞ്ജനയ്ക്ക് വലിയൊരു കയ്യടി നൽകുന്നു. അതുപോലെ തന്നെയാണ് വീണയുടെ കാര്യം. വീണ ഇതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ പുറത്തായിരുന്നു തോന്നുന്നു അവരുടെ ജോലി നടന്നിരുന്നത്. വളരെ ടോക്സിക്കായിട്ട് വീണയെ പീഡിപ്പിക്കുകയും വീണയുടെ മാനസികമായ ഒരു ഇതിനെല്ലാം അവർ വലിയ രീതിയിൽ പറഞ്ഞ് പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത്. അതിൻ്റെ പരാതിയുമായിട്ട് ചെന്നപ്പോൾ തൻ്റെ ഭർത്താവ് ഇപ്പോൾ മരിച്ചതിൻ്റെ ഒരു വൈകാരികത ഇവരിൽ നിൽക്കുന്നത് കൊണ്ട് ഇവർ ജോലി ചെയ്യാൻ ഫിറ്റല്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് ഇവരെ ആകെ മാനസികമായി ഹറാസ്മെൻറ്റ് ചെയ്തു എന്നുള്ളതാണ് ഈ പറയുന്ന വീണയുടെ പരാതി. പക്ഷേ ഈ പറയുന്നത് ഒന്നും തന്നെ ഒരു പരാതിയായി പരിഗണിക്കുകയോ റിപ്പോർട്ടർ ചാനൽ ഈ ഒരു സ്ത്രീ എന്ന പരിഗണന കൊടുക്കുകയോ അല്ലെങ്കിൽ അവിടുത്തെ ജോലിക്കാരെന്നുള്ള രീതിയിൽ ഇവരെ യാതൊരു വിധത്തിൽ സംരക്ഷിക്കുകയോ ഇവർക്ക് വേണ്ട കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അപ്പോൾ ഇതിനെ അടിസ്ഥാനമാക്കിയിട്ടായിരുന്നു യൂത്ത് കോൺഗ്രസ് ഇത്തരം കാര്യങ്ങൾ ചെയ്തത്. എന്തായാലും വളരെ സാമൂഹ്യമായ നീതി അല്ലെങ്കിൽ സാമൂഹ്യമായ ഒരു ഇടപെടലുകൾ യൂത്ത് കോൺഗ്രസ് നടത്തിയതിന് തൃശ്ശൂരിലെ യൂത്ത് കോൺഗ്രസിന്റെ ആളുകൾക്ക് തീർച്ചയായിട്ടും ഒരു വലിയ അഭിനന്ദനം തന്നെ കൊടുക്കേണ്ടതുണ്ട്. കാരണം നമ്മൾ ഈ കേരളം എന്ന് പറയുന്ന നാട്, കേരളത്തിൽ ആകെ 14 ജില്ലകളാണുള്ളത്. ഈ 14 ജില്ലകളെ ഉള്ള ഒരു ചെറിയ കേരളത്തിൽ മാധ്യമങ്ങളുടെ എണ്ണം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വളരെ വലുതാണ്. ന്യൂസ് ചാനൽ ആയിക്കോട്ടെ, എന്റർടൈൻമെന്റ് ആയിക്കോട്ടെ, അങ്ങനെ ഉള്ള ചാനലുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അനവധിയാണ്. അത് ജില്ലാ തലത്തിലുണ്ട്, പഞ്ചായത്ത് തലത്തിലടക്കം ചാനലുകളുള്ള കാലമാണ് ഇപ്പോൾ. അപ്പോൾ ഒരുപാട് ചാനലുകളുണ്ട്. ഇവിടെ ഒന്നും തന്നെ നടക്കാത്ത വളരെ അനീതിയായ രീതിയിൽ മാധ്യമ പ്രവർത്തനം നടത്തുന്ന ഒരേ ഒരു ചാനലേ ഉള്ളൂ എന്ന് കേരളത്തിൽ. അതിൻ്റെ പേരാണ് റിപ്പോർട്ടർ TV എന്നുള്ളത്. ഒരു സംശയമില്ല ആ കാര്യത്തിൽ. കാരണം നമ്മളൊക്കെ ജേർണലിസം പഠിക്കുമ്പോൾ ഒരുപാട് തത്വങ്ങൾ പഠിക്കുന്നുണ്ട്. അതിൽ വളരെ പ്രധാനമാണ് അഭിപ്രായം സ്വാതന്ത്ര്യമാണ്, വസ്തുതകൾ പരിപാവനമാണ് എന്നുള്ളത്. അപ്പോൾ ആ പരിപാവനമായ വസ്തുതകളെയാണ് ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കേണ്ടത്. അതിനു പകരം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന റിപ്പോർട്ടർ അയാളുടെ ഭാവനയിൽ നിന്നും ഈ ഒരു വസ്തുതകൾ ഇങ്ങനെയാണ് ആയിരിക്കേണ്ടത് എന്നും അവരുടെ ഇമേജിനനുസരിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ഒരു യഥാർത്ഥ വസ്തുതകൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നില്ല. ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ഇവരുടെ തലച്ചോറിലൂടെ ഇങ്ങനെയാണ് നടക്കേണ്ടത്, ഇതുപോലെയൊക്കെയാണ് നടക്കേണ്ടിയിരുന്നത് എന്നുള്ള കാര്യമാണ് ജനങ്ങളിലേക്ക് എത്തുന്നത്. അല്ലാതെ അവിടെ എന്ത് സംഭവിക്കുന്നു അല്ലെങ്കിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഇങ്ങനെയായിരുന്നു സംഭവിക്കേണ്ടിയിരുന്നത് എന്നുള്ള രീതിയിൽ കൊടുക്കുന്ന ഒരേ ഒരു വൃത്തികെട്ട ചാനൽ എന്ന് പറയുന്നത് ഈ പറയുന്ന റിപ്പോർട്ടർ TV ആണ്. അപ്പോൾ ആ ഓഫീസിന് നേരെ ആക്രമണമല്ല, അതിലപ്പുറം നടക്കണം എന്നുള്ളതാണ്. അത് വ്യക്തമായി നടക്കുകയും ചെയ്തു. തൃശ്ശൂരും നടന്നു, അതുപോലെ തന്നെ
കോഴിക്കോടും നടന്നു എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. എന്തായാലും വളരെ നല്ല കാര്യം. ഇനിയെങ്കിലും അവർ ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം മാധ്യമം എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ നട്ടെല്ലായിട്ട് പ്രവർത്തിക്കേണ്ടതാണ്, അല്ലാതെ നാണക്കേടായിട്ട് പ്രവർത്തിക്കേണ്ട ഒന്നല്ല എന്നുള്ളത് ഇനിയെങ്കിലും റിപ്പോർട്ടർ TV മനസ്സിലാക്കണം. സ്ത്രീകൾക്ക് അവരുടെ മൂല്യം മനസ്സിലാക്കി പെരുമാറാൻ കഴിയണം. അത് നിങ്ങളുടെ വാക്കുകളിൽ മാത്രം ഇല്ലാത്ത വാർത്തകൾ ഉണ്ടാക്കി കൊടുക്കുന്നതിനേക്കാൾ നല്ലത് ഉള്ള വാർത്തകൾ സത്യസന്ധമായി കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ. അതിനുള്ള ബോധം നിങ്ങളുടെ എല്ലാവരുടെയും തലച്ചോറിൽ ഉണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.